ഞാൻ ആദ്യം വിദേശത്തേക്ക് പോകുന്നത് 1985-ലാണ്. അന്ന് സെപ്റ്റംബറിൽ എനിക്ക് മലേഷ്യയിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടി. ചെന്നൈയിൽ നിന്ന് അന്നത്തെ മലേഷ്യൻ എയർലൈൻ സിസ്റ്റം MAS എന്ന ഒരു കൂറ്റൻ ജംബോ ജെറ്റിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു വിദേശത്തേക്ക് പുറപ്പെടുന്നത്. അന്ന് പോയത് ആദ്യം പെനാങ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ടൗൺ, മലേഷ്യയിലെ ഒരു ചെറിയ ടൗണിലേക്കാണ് ആദ്യം പറന്നിറങ്ങിയത്. പെനാങ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും സുന്ദരമുള്ള ഒരു പ്രദേശം, ഒരു എയർപോർട്ട് ലോകത്തിലുണ്ടോ എന്നെനിക്ക് സംശയം തോന്നി. അത്രയും സുന്ദരമായിട്ടാണ് എനിക്ക് പെനാങ് തോന്നിയത്. ഒരു കൊച്ചു പട്ടണം, ഭംഗിയുള്ള പട്ടണം, വളരെ ഭംഗിയുള്ള റോഡുകള്, വളരെ വൃത്തിയുള്ള വീടുകള് എല്ലാം കണ്ടപ്പോൾ എനിക്ക് അന്ന് തോന്നിയ കൗതുകം ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ പിന്നീട് ഒരിക്കലും പെനാങ്ങിലേക്ക് കാലുകുത്തിയിട്ടില്ല. നമ്മുടെ ഒരു ആദ്യത്തെ പ്രേമം പോലെയാണ്. ആദ്യത്തെ പ്രേമം എന്ന് മനസ്സിൽ ഇരിക്കണം. അത് നമ്മൾ 20-30 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അന്നത്തെ എന്റെ ഓർമ്മകളെല്ലാം ഇല്ലാതായി പോകുമെന്നുള്ള ഭയത്തിൽ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ഞാൻ അതിനുശേഷം 87 രാജ്യങ്ങള്, മൊത്തം 87 രാജ്യങ്ങള് ഈ കഴിഞ്ഞ 2022 വരയ്ക്ക് ഞാൻ സന്ദർശിച്ചു. ഒക്ടോബർ 22 ഞാൻ എന്റെ മകള് ഫിലഡൽഫിയയിലുണ്ട്. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ 87 രാജ്യങ്ങൾ സന്ദർശിച്ചുവെങ്കിലും എനിക്ക് തെക്കേ അമേരിക്കയോ അല്ലെങ്കിൽ മധ്യ സെൻട്രൽ അമേരിക്ക എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ലാറ്റിൻ അമേരിക്കയിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്തവണ ഈ കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ ഫിലഡൽഫിയയിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ സെൻട്രൽ അമേരിക്ക അഥവാ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാല് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നതും അല്ലെങ്കിൽ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്നതുമായ രാജ്യങ്ങളെയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. സ്പെയിനിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ആയിരുന്നു അത്. ഇന്ന് എല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ്. അന്ന് ഫിലഡൽഫിയയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഗോട്ടമാല എന്ന സെൻട്രൽ അമേരിക്കൻ റിപ്പബ്ലിക്കിൽ ഞാൻ കാലുകുത്തി. അതിനെപ്പറ്റിയും അതിനുശേഷം ഏതാണ്ട് 10 രാജ്യങ്ങൾ 22 ദിവസത്തിനുള്ളിൽ ഈ സെൻട്രൽ അമേരിക്കയിൽ സന്ദർശിച്ചതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ വരുന്ന 30 വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്.